കർത്താതി കർത്തനും രാജാതി രാജനും ആയ ഏമൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം. ഒരിക്കൽ ഏമൻ ഹഡ്സൺ ടൈലർ എന്ന ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഏമൻ ഹല്ലേലൂയ, താനൊരു വലിയ പ്രതികൂലത്തിൽ കൂടെ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് വലിയ പ്രതികൂലങ്ങളൊക്കെ കടന്നു പോയപ്പോൾ ഏമൻ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്നിനെ ഓർത്ത് ഭാരപ്പെടത്തില്ല, ഒന്നിനെ ഓർത്ത് ദുഃഖിക്കത്തില്ല. ഏമൻ എന്തുകൊണ്ടാണ്? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഏമൻ ഹല്ലേലൂയ. അന്ത്യത്തോളം ഏമൻ ഹല്ലേലൂയ എന്നെ പരിപാലിപ്പാൻ, വഴി നടത്തുവാൻ, ഏമൻ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിലെ ഓരോരോ സ്റ്റെപ്സും കരുതുവാൻ ഏമൻ ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപ മാത്രം എനിക്ക് മതി. ഏമൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ ഹല്ലേലൂയ. ഞാനത് വീണ്ടും വായിക്കുകയാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:25-32 വരെ നമുക്ക് വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ഏമൻ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്ന് ശരീരത്തെ കൊണ്ട് ഏമൻ വിചാരപ്പെടരുത്. ഏമൻ ഹല്ലേലൂയ. വീണ്ടും 25-34 വരെ താഴോട്ട് വീണ്ടും വായിക്കുമ്പം കർത്താവ് പറയാണ്, നാളെ ഓർത്ത് ഭാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് ഏമൻ ഹല്ലേലൂയ ഒരു നീളം ഒരു മുഴം ഏമൻ കൂട്ടിയാൽ നിങ്ങൾക്ക് കഴിയുമോ? ഏമൻ ഹല്ലേലൂയ. വീണ്ടും പറയുന്നുണ്ട്, എന്ത് ഉടുക്കും എന്ന് ഓർത്ത് ഭാരപ്പെടരുത്. ഏമൻ ഹല്ലേലൂയ. വീണ്ടും 32 പറയുന്നുണ്ട്, ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഏമേൻ. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവോ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഏമേൻ ഹല്ലേലൂയ. അവിടെ ദൈവം എന്നല്ല പറയുന്നത്, ഏമൻ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. ഏമൻ ഹല്ലേലൂയ. അപ്പനായ എനിക്ക് ഏമൻ എൻ്റെ മക്കളുടെ ആവശ്യമൊക്കെ അറിയാം. നമ്മൾ മക്കളാണെങ്കിൽ ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഈ വിധം കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടത്തില്ല. എന്തുകൊണ്ടാണ് റോമർ 8:15 പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടുന്നതെന്ന് അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രത്തിൻ്റെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഏമൻ ഏമൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഏമൻ ഹല്ലേലൂയ. നമ്മൾ അടിമകളല്ല, നമ്മൾ മക്കളാണ്. മക്കളാവുമ്പോൾ ഏമൻ ഹല്ലേലൂയ ഓരോരോ ദിവസവും എഴുന്നേറ്റ്, ഇന്ന് എൻ്റെ അപ്പൻ എനിക്ക് തരുമോ, എൻ്റെ അമ്മ എനിക്ക് തരുമോ, ഏമൻ എനിക്ക് ഉടുക്കാൻ തരുമോ, കഴിക്കാൻ തരുമോ എന്നൊന്നും ഭാരപ്പെടത്തില്ല. അവർക്കറിയാം സമയമാവുമ്പോൾ എല്ലാം അവരുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുമെന്ന്. ഏമൻ ഹല്ലേലൂയ. അപ്പോൾ ഇതിനെന്താ പരിഹാരം? ഏമൻ ഇരിക്കാൻ ഏമൻ ദുഃഖിക്കാതിരിക്കാൻ എന്താ പരിഹാരം? വചനം പറയുന്നുണ്ട്, 1 തെസ്സലോനിയർ 5:16-17 എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. ഏമൻ ഹല്ലേലൂയ. വീണ്ടും ഏമൻ ഫിലിപ്പിയറിൻ്റെ 4:6-7 ഇങ്ങനെ വായിക്കാം, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും ഏമൻ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ഏമൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. ഏമൻ ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ്റെ 14:1 വായിക്കാം, നമ്മൾ ഉള്ളം കലങ്ങി പോകരുത്. ഏമൻ കർത്താവിൽ വിശ്വസിക്കണം. ഏമൻ ഹല്ലേലൂയ. ഏമൻ ജെറമ്യാവിൻ്റെ പുസ്തകം 17:7 വായിക്കാം, യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും ഏമൻ പത്രോസിൻ്റെ 1:5-7 നമുക്കിങ്ങനെ വായിക്കാം, അവൻ നിങ്ങളെ ഏമൻ ഹല്ലേലൂയ നിങ്ങൾക്കായി കരുതുന്നതാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഏമൻ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ഏമൻ എല്ലാ വചനത്തിലും പറയുന്നത് എന്താ? നമ്മൾ ഒന്നിനെ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ഒന്നിനെ ഓർത്തും ഏമൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എല്ലാം എപ്പോഴും ക്രിസ്തയേശുവിൽ സന്തോഷിക്കുക, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുക. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ബിക്കോസ് നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കരുതുന്ന ഒരു സ്വർഗസ്നായ പിതാവുണ്ട്. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 34:4-6 നമുക്ക് കാണാം, ഏമൻ ഹല്ലേലൂയ. ഏമൻ യഹോവ ഭക്തൻ നിലവിളിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം എല്ലാ ഭയത്തിൽ നിന്നും വിടുവിച്ചെന്നാ, എല്ലാ ട്രബിൾസിൽ നിന്നും വിടുവിച്ചെന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏമൻ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുക, ഏമൻ ഉപവസിക്കുക, ഏമൻ ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. അവിടെ വചനം സങ്കീർത്തനം 23 പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വാരെ കൂടെ നടന്നാലും ആമേൻ ഹല്ലേലൂയ അവിടെയും ഏമൻ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ ഉണ്ട്. അവിടെ നിൽക്കുകയല്ല നമ്മൾ, ഏമൻ ഹല്ലേലൂയ നമ്മൾ നടക്കുകയാണ്. ഏമൻ ഹല്ലേലൂയ. ദൈവം ഏമൻ ഹല്ലേലൂയ നമ്മളെ ഒരിക്കലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കാനല്ല ഏമൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത്. ഏമൻ ഹല്ലേലൂയ കരം പിടിച്ച് നമ്മളെ ആ പ്രശ്നങ്ങൾക്ക് മധ്യയിൽ കൂടെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നല്ല ഇടയനാണ്. ഏമൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഏമൻ ഹല്ലേലൂയ സഹോദരങ്ങളെ, ഏമൻ ഹല്ലേലൂയ നമ്മൾ ഇന്ന് കേട്ടതുപോലെ നമ്മൾ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല.
ആവശ്യമല്ല, വ്യാകുലപ്പെടേണ്ട ആവശ്യമല്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ കണ്ണുനീരും ആമേൻ ഹല്ലേലൂയ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവിടെ വചനം പറയുന്നത് പോലെ നമ്മളെ കരുതുന്ന ഒരു അപ്പനുണ്ട് ആമേൻ ഹല്ലേലൂയ, നമ്മളെ കാണുന്ന ഒരു പിതാവുണ്ട് ആമേൻ ഹല്ലേലൂയ. മക്കളുടെ ആമേൻ ഹല്ലേലൂയ എന്താവശ്യമെന്ന് നമ്മൾ ചോദിക്കുന്ന മുമ്പേ അറിയുന്ന പിതാവാണ് ആമേൻ ഹല്ലേലൂയ. സമയമാകുമ്പോൾ എല്ലാം തൻ്റെ മക്കളുടെ നന്മയ്ക്കായി ആക്കി തീർക്കുന്ന ദൈവമുണ്ട് ആമേൻ ഹല്ലേലൂയ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.